ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടീസ് ടിപ്സ്. അപ്പം നമ്മളിന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മുടെ ബദാമി വ്ളോഗ്സ് ആണ്. ഇപ്പം നമ്മളുള്ളത് ബദാമി ഫോർട്ടിലാണ്. ബദാമി ഫോർട്ടും ബദാമിയിലെ മ്യൂസിയവും ഒരേ സ്ഥലത്ത് തന്നെയാണുള്ളത്. അപ്പം നമ്മൾ ഒരേ എൻട്രി ഫീസ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരേ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബദാമി മ്യൂസിയവും ബദാമി ഫോർട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ എൻട്രി. സോ നമ്മൾ ഇവിടുന്ന് എൻട്രി ചെയ്യുമ്പോഴത്തേനും ഫസ്റ്റ് മ്യൂസിയമാണ്, അത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ ഫോർട്ടും. സോ ഇതാണ് എൻ്റെ പുറത്തുള്ള വ്യൂ. ഫുള്ള് പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടെയാണുള്ളത്. നമ്മൾ കഴിഞ്ഞ വ്ളോഗ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ബദാമി ലേക്സിലോട്ട് പോകുന്ന വഴിയിലാണ് ഇത് രണ്ടും ഉള്ളത്. അപ്പോൾ ഈ നേരെ കാണുന്നതാണ് മ്യൂസിയം. ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു എൻട്രി എന്ന് പറയുന്നത് ബദാമി ഫോർട്ടിലോട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്ലൈംബ് ചെയ്ത് മുകളിലോട്ട് പോകണം ഫോർട്ടിലോട്ട്. സോ ഈ ഒരു റൈറ്റ് സൈഡിലുള്ളത് മാത്രമാണ് മ്യൂസിയം. അവിടെ വീഡിയോ ഒന്നും അലൗഡ് അല്ല. സോ നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യും. അപ്പോൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നമ്മളധികം വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് അതിൻ്റെ ഉള്ളിൽ വീഡിയോസൊന്നും അലൗഡ് അല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എന്താണെന്ന് വെച്ചാൽ പഴയ ചാലക്യ ഡൈനാസ്റ്റിൻ്റെ സമയത്തുണ്ടായിരുന്ന പല ശില്പങ്ങളും, അപ്പോൾ നമ്മുടെ ഗോഡിൻ്റെയൊക്കെ തന്നെയാണെങ്കിലും ഒരു ഗണപതിയുടെ ആണെങ്കിലും ഡിഫറെൻറ്റ് ഫോംസ്, പല പല രീതിയിലുള്ള ഗണപതീൻ്റെ കല്ലിൽ കൊത്തിയിട്ടുണ്ടായിരുന്ന ശില്പങ്ങളും ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റി. മ്യൂസിയത്തിൻ്റെ പുറത്തുള്ള ഈ ഒരു ഏരിയ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. നമുക്ക് റെസ്റ്റ് ചെയ്യാനും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ഏരിയ ആയിരുന്നു. അങ്ങനെ നമ്മൾ ബദാമി ഫോർട്ടിലോട്ട് കയറി തുടങ്ങിയിരിക്കുകയാണ്. ബദാമി ഫോർട്ട് എന്ന് പറയുന്നത് 16th സെഞ്ച്വറിയിൽ ചാലക്യ ഡൈനാസ്റ്റിൻ്റെ സമയത്ത് ബിൽഡ് ചെയ്തിട്ടുള്ളൊരു ഫോർട്ടാണ്. പിന്നീട് അതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ ഫുള്ള് കല്ലുകൊണ്ട് എല്ലാം ചെയ്തിരിക്കുന്നതും എല്ലാം ആ ഒരു 16th സെഞ്ച്വറിയിലെ സംഭവമാണ്. പക്ഷെ അടിപൊളിയായിട്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഉള്ളിലാണെങ്കിലും സെക്യൂരിറ്റി, എല്ലാ ഏരിയയിലും സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു വീക്ക് ഡേയ്സിലായിരുന്നു, അതുകൊണ്ട് തന്നെ റഷ് വളരെ കുറവായിരുന്നു, അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നല്ലൊരു പീസ്ഫുൾ ക്ലൈമറ്റ് ആയിരുന്നു. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റും അടിപൊളി കാറ്റും ഒക്കെ ആയിട്ടുള്ള അടിപൊളി പ്ലേസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയയിലോട്ടൊക്കെ ഒരുപാട് സ്ഥലത്തോട്ട് നമുക്ക് മാറി മാറി കയറി പോകാം, പുതിയ വഴികളിലൂടെയൊക്കെ പോകാം. പക്ഷേ നമ്മൾ സേഫ്റ്റി നോക്കിയിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഗൈഡിൻ്റെ കൂടെ വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാം. നമ്മൾ ഗൈഡിനെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഗൈഡ് ഉണ്ടെങ്കിൽ അവർ പറയുന്നത് ഏറ്റവും ടോപ്പിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും വാട്ടർഫോൾസൊക്കെ വീഴുന്ന ആ ഒരു സ്ഥലത്ത് അവർ കൊണ്ടുപോകുന്ന പറയണേ. പക്ഷെ ഇപ്പം വെള്ളം ഇല്ലാത്തതുകൊണ്ട്, എന്തായാലും വാട്ടർഫോൾസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗൈഡിനെ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു എല്ലാ സ്ഥലവും. അപ്പോൾ ഒരുപാട് ക്ലൈംബ് ചെയ്യാനുണ്ടായിരുന്നു. ശരിക്കും നമ്മളിങ്ങനെ തട്ടായിട്ടാണ്, കുറച്ച് സ്റ്റെപ്പ് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്ഥലം, അങ്ങനെയായിരുന്നു. വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. സൂപ്പർ വ്യൂ ആയിരുന്നു. അവിടെ ആണെങ്കിലും പല കല്ലിലും എന്തൊക്കെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നതും ചില പാറയിലൊക്കെ കാണാമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ട്രെക്കിംഗ് എല്ലാം ഇഷ്ടമുള്ളവർക്കൊരു അടിപൊളി സ്പോട്ട് തന്നെയായിരിക്കും. നമുക്ക് എൻജോയ് ചെയ്ത് ഇങ്ങനെ ട്രക്ക് ചെയ്ത് പോവാം. ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു. ഒരു നാരോ പോലത്തെ ഒരു ഏരിയ, രണ്ട് വലിയ മലേൻ്റെ ഇടയിൽ കൂടെ ഒരു നാരോ ആയിട്ടുള്ള ഒരു വഴിയായിരുന്നു. ആക്ച്വലി അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലായിരുന്നു, ബട്ട് നമ്മളെങ്ങനെയോ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ അടിപൊളി സ്ഥലമായിരുന്നു ഈ ഒരു സ്ഥലം. ഇവിടെ തന്നെ മെയിനായിട്ടുള്ളത് 2 ശിവ ടെമ്പിളാണ് ഈ ഫോർട്ടിനുള്ളിലുള്ളത്. ലോവർ ശിവാലയം, അപ്പർ ശിവാലയം. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു ചെല്ലുമ്പോൾ ആദ്യം എത്തുന്നത് ലോവർ ശിവാലയിലാണ്. അത് കഴിഞ്ഞ് വീണ്ടും പോകുമ്പോഴാണ് അപ്പർ ശിവാലയിൽ എത്തുന്നത്. സോ ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ലോവർ ശിവാലയം. ഇവിടുന്ന് ഒരു അടിപൊളി ബദാമി സിറ്റി വ്യൂ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലോവർ ശിവാലയം തന്നെ ഇത്രയും നല്ലൊരു അടിപൊളി വ്യൂ നമുക്ക് കിട്ടിയെങ്കിൽ മേളിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും വ്യൂ.
അടിപൊളിയായിരുന്നു. ആ ഒരു ക്ലൈമറ്റും സൂപ്പർ വിൻഡി ക്ലൈമറ്റായിരുന്നു. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവിടെ ഒരു പീരങ്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് പണ്ടത്തെ യുദ്ധ സമയത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതായിരിക്കും. മേളിൽ നിന്നാകുമ്പോഴത്തേനും ഫയർ ചെയ്യാനായിട്ട് ഈസി ആയിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ക്ലൈംബ് ചെയ്യുവാണ് അടുത്ത സ്പോട്ടിലോട്ട്. വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്തൊരു പ്ലേസ് ആയിട്ടുണ്ടായിരുന്നുകൊണ്ട് തന്നെ അവിടെ നിറച്ചും നല്ല അടിപൊളി ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ടായിരുന്നു. വീഡിയോയിലേക്ക് നന്നായിട്ട് കിട്ടിയില്ല, പക്ഷേ നമ്മൾ ഫ്ലവർ ആണെന്ന് വിചാരിക്കും, പക്ഷെ ഫുള്ളും ബട്ടർഫ്ലൈസ് ആയിരുന്നു. ആ ഒരു കാറ്റ് കാരണം എന്താ പറയുക, ഫുള്ള് ഇങ്ങനെ അതിൻ്റെ ചെടികളിങ്ങനെ അനങ്ങിയാലും ബട്ടർഫ്ലൈസ് ഒന്നും അന്ന് വിട്ടു പോകുന്നില്ല. അത്രയും ഇങ്ങനെ ഒട്ടി ഇരിക്കുമായിരുന്നു. വീഡിയോയിലേക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എന്തായാലും അടിപൊളി, നല്ലൊരു എന്താ പറയുക, ഭയങ്കര നേച്ചറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്. സോ അവിടെ നിന്ന് നമുക്കൊരു വ്യൂ പോയിൻ്റ് കിട്ടി മേളിലോട്ട്. ഇവിടെ നമുക്ക് ഫുൾ സിറ്റി വ്യൂ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ലെറ്റ്സ് സീ. അങ്ങനെ നമ്മൾ ഏറ്റവും മേളിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് അടുത്ത മലയിലോട്ടൊക്കെ പോകാനുള്ള വഴികളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഗൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഇവിടെ വെള്ളമൊക്കെ ഒരു ചെറിയ കെട്ടിയൊക്കെ കിടപ്പുണ്ട്. കെട്ടിക്കിടക്കുന്നതല്ല, അതൊരു അവിടെ നിന്നായിരിക്കണം ഇനി വാട്ടർഫോൾസൊക്കെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ആ ഒരു വ്യൂ എല്ലാം നമ്മളിനി കണ്ടു നടന്നു. ഫുൾ ഡ്രൈ ആയിട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ അവിടെയാണ് അപ്പർ ശിവാലയം ഉള്ളത്. ഫുള്ള് മങ്കീസായിരുന്നു. ആള് വളരെ കുറവായിരുന്നു. അതുകൊണ്ടായിരിക്കും ഭയങ്കര മങ്കീസായിരുന്നു. അങ്ങോട്ട് കുറേ സമയം നമുക്ക് പോകാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫുൾ മങ്കീസ് ഫൈറ്റൊക്കെ ആയിരുന്നു അവിടെ. അപ്പം ഇതാണ് അപ്പർ ശിവാലയ. ഇത്രയും മേളിൽ ഒരു ടെമ്പിൾ വെച്ചിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും ടോപ്പായിട്ടുള്ള ആ ഒരു ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഭാഗമാണിത്. ഇവിടുന്നും നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. താഴത്തോട്ടൊക്കെ ഇങ്ങനെ ഫുൾ മറ്റേ കൊക്ക പോലത്തെ സീനൊക്കെയാണ് താഴെയുള്ള, അങ്ങോട്ട് നോക്കാൻ തന്നെ പറ്റില്ല. അപ്പോൾ നമ്മൾ മേളിലെത്തി. ഇതാണ് ടെമ്പിൾ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ബദാമി ഫോർട്ട് വ്ളോഗ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സീ യു ഓൾ ഇൻ നെക്സ്റ്റ് വ്ളോഗ്. സോ നെക്സ്റ്റ് വ്ളോഗ് ബദാമിനെ പറ്റിയിട്ട് തന്നെയാണ്. സോ സ്റ്റേ ട്യൂൺ. ബൈ.